പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള കൊട്ടിക്കലാശം LDFിൻ്റെ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരുന്നു പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നടന്നിട്ടുള്ളത്. അഹങ്കാരത്തിനും തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിനും എതിരായ ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പാലക്കാടിന് പരിചയമില്ലാത്ത രീതികൾ കൂടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം UDF ഇവിടെ ഇറക്കുമതി ചെയ്തത്. എന്തും വിളിച്ചു പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ആൾ. മാത്രമല്ല, അതിലൂടെ കോടിക്കണക്കിന് രൂപ അഴിമതിയുടെ ഒരു പര്യായമായി ഇതിനകം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി മാറിക്കഴിഞ്ഞു. എന്തും പറയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞത്, കല്യാണിക്കുട്ടി അമ്മയെ വരെ, അതായത് കരുണാകരൻ്റെ പത്നി കല്യാണിക്കുട്ടി അമ്മയെ വരെ തെറി പറഞ്ഞ നാവാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടേത്. അതുകൊണ്ടാണ് ഇതുവരെ കരുണാകരൻ്റെ ശവകുടീരത്തിലേക്ക് പോവാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് മനസ്സില്ലാതെ വന്നത്. അഹങ്കാരത്തിന് അതുപോലെ തന്നെ ധാർഷ്ട്യത്തിനുമുള്ള ഒരു ജനവിധിയായിരിക്കും ഈ മണ്ഡലത്തിൽ ജനങ്ങൾ ബാലറ്റിലൂടെ നൽകുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥി മാറി. മാത്രമല്ല, അഴിമതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ടും മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് BJPയിൽ വലിയ കലഹം ഇതിനകം തന്നെ ഇദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ളത്. BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖലയാണ് മൂത്താന്തറ. ആ സ്വാധീനം ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ BJP ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിൻ്റെ വിഹിതം നിലനിർത്തുന്നത്. എന്നാൽ ആ മേഖലയിൽ നിന്നുള്ള ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു പ്രിയ അജയൻ, BJPയുടെ. പക്ഷെ അവരെ എന്തിനാണ് രാജിവെപ്പിച്ചത് എന്ന് UDFിൻ്റെ BJPയുടെ സ്ഥാനാർത്ഥി മറുപടി പറയണം. കാരണം മൂത്താന്തറയിലെ BJPയുടെ സ്വാധീനം ഉപയോഗിച്ച് മാത്രം വളർന്ന ഒരാളായിരുന്നു ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി. പക്ഷെ ആ പ്രദേശത്തുകാരിയായിട്ടുള്ള ഒരു വനിത മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയപ്പോൾ അവരെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടി ആരാണ് പരിശ്രമിച്ചത്? എന്തിനു വേണ്ടി രാജിവെപ്പിച്ചു? അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ ഞാൻ മാത്രമാണ് യോഗ്യൻ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് യോഗ്യൻ, എന്തെങ്കിലും പദവി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ യോഗ്യതയും എനിക്കുള്ളതും എൻ്റെ കുടുംബത്തിനുള്ളതാണ് എന്ന നിലയിലേക്കാണ് BJPയിൽ നടന്നു വരുന്നത്.